ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബ് 5:15 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യെസ്, തമ്പുരാൻ അരുളി ചെയ്യുന്ന 2-3 വാഗ്ദാനങ്ങളാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. An unconditional love and forgiveness is the best medicine for the healing. യെസ്, ഒരു മനുഷ്യനെ ഹീൽ ചെയ്യുന്നത്, സൗഖ്യം നൽകുന്നത്, വിടുതൽ നൽകുന്നത് അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ്, വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ്. യാക്കോബ് ശ്ലീഹ 5:16 മനുഷ്യന് സൗഖ്യം കിട്ടുന്നത്, രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമാക്കി കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. യാക്കോബ് 5:16 സൗഖ്യം പ്രാപിക്കാനായി നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. യെസ്, നാം ഇവിടെ സൗഖ്യം പ്രാപിക്കാനായി ആദ്യം ചെയ്യുന്നത് പാപങ്ങൾ ഏറ്റുപറയുക എന്നതാണ്. പാപങ്ങൾ ഏറ്റുപറയുക ക്രിസ്ത്യൻ സമൂഹത്തിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഇടവക വൈദികനായ ഷാജി അച്ഛൻ എപ്പോഴും പള്ളിയിൽ എന്ത് നല്ല കാര്യങ്ങൾ വരുമ്പോഴും വിശുദ്ധ കുമ്പസാരത്തിന് വളരെ പ്രാധാന്യം നൽകി സംസാരിക്കാറുണ്ട്. അതിൻ്റെ കാരണമാണ് ഈ വചനങ്ങളിലൂടെ, ഈ ബൈബിളിലുള്ള ഈ വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഒരു വ്യക്തി കുമ്പസാരിക്കുമ്പോഴാണ് വിടുതൽ സംഭവിക്കുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, മറ്റുള്ളവരെ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് അവനിൽ വലിയ സൗഖ്യം സംഭവിക്കുന്നത്. അതാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം. സ്നേഹമുള്ളവരെ, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നവർക്ക്, കൺവെൻഷൻ സെൻറ്ററുകളിൽ പോകുന്നവർക്കെല്ലാം മനസ്സിലാകും വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന്. കാരണം അവിടെ വിശുദ്ധ കുമ്പസാരം നടന്നു കഴിയുമ്പോഴാണ് വലിയ അനുഗ്രഹം പ്രാപിക്കുന്നതായി കാണാൻ കഴിയുന്നത്. അതിൻ്റെ വലിയ രഹസ്യമാണ് യാക്കോബ് ശ്ലീഹ 5:15 16 നമ്മോട് അരുളി ചെയ്യുന്നത്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നിരുപാധികം എല്ലാവരോടും ക്ഷമിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.